9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാറ്റർ എന്ന ചാപ്റ്ററിലെ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന ആദ്യത്തെ ചാപ്റ്ററിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ലെസൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തു കഴിഞ്ഞു. അതിൽ ചില MCQ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ. നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിനാണ്. അപ്പോൾ കെൽവിനെ തന്നിട്ട് സെൽഷ്യസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 273 മൈനസ് ചെയ്യണം. അപ്പോൾ 300-ൽ നിന്ന് 273 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 27 ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തെ ചോദ്യം 573 കെൽവിനാണ്. അവിടെയും 273 കുറയ്ക്കുമ്പോൾ നമുക്ക് 300 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഇനിയുള്ളത് തിരിച്ചുള്ള കൺവേർഷനാണ്. അതായത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 25നോട് 273 കൂട്ടിയാൽ നമുക്ക് 298 കെൽവിൻ എന്നും, അതേസമയം രണ്ടാമത്തേതിൽ 373നോട് കൂടി 273 കൂട്ടുമ്പോൾ 646 കെൽവിനും ലഭിക്കുന്നു. If 10 gram of salt is added to 100 ml of water in a beaker and dissolved by stirring, what will happen to the water level? ഇവിടെ നമുക്കറിയാം സോൾട്ട് എന്ന് പറയുന്നത് ഒരു സൊല്യൂട്ടാണ്. അത് ഒരു സോൾവെൻ്റ് ആയ വാട്ടറിലേക്കാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ വാട്ടർ ലെവലിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. കാരണം നമുക്കറിയാം ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് വാട്ടറിൻ്റെ തന്മാത്രകൾക്കിടയിലുള്ള സ്പേസിലേക്കാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ലെവലിൽ വ്യത്യാസം വരുന്നില്ല. അണ്ടർ വിച്ച് കണ്ടീഷൻസ് ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. ഒരു ഗ്യാസിനെ നമ്മൾ ലിക്വിഡ് ആക്കണമെങ്കിൽ നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യണം. ഒപ്പം തന്നെ ടെമ്പറേച്ചർ കുറച്ച് വെക്കുകയും ചെയ്യണം. ഇൻ സമ്മർ പീപ്പിൾ യൂസ് earthen pot to cool water. ദിസ് പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ. നമുക്കറിയാം മൺകലത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വെള്ളം തണുക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ മൺകലത്തിൻ്റെ വോളിൽ, അതായത് ഭിത്തിയിൽ നിറച്ച് ചെറിയ ദ്വാരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിൽ കൂടി വെള്ളം പുറത്തേക്ക് ആവിയായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവോപ്പറേഷൻ്റെ സമയത്ത് വേണ്ട ചൂട് ആഗിരണം ചെയ്യുന്നത് ഈ വെള്ളത്തിൽ നിന്നാണ്. അങ്ങനെ ആ വെള്ളം തണുത്ത് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവോപ്പറേറ്റീവ് കൂളിംഗ് ആണ്, അല്ലെങ്കിൽ ഇവോപ്പറേഷൻ ആണ്. എ സബ്സ്റ്റൻസ് ഹാസ് നോ മാസ്. ക്യാൻ വി കൺസിഡർ ഇറ്റ് ആസ് എ മാറ്റർ? നമ്മൾ മാറ്ററിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത് എന്താ? മാറ്ററിന് എന്ത് വേണം? മാസ് വേണം, വോളിയം വേണം അല്ലേ? അതായത് അതിന് സ്പേസ് വേണം ഓക്യുപ്പൈ ചെയ്യാൻ. പക്ഷേ ഇവിടെ മാസ് ഇല്ലെങ്കിൽ നമുക്കതിനെ മാറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡു നോട്ട് ഷോ സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, ലിക്വിഡ് ആകാതെ തന്നെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ക്യാംഫർ കർപ്പൂരം, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, കോപ്പർ സൾഫേറ്റ് തുരിശ്, നാഫ്തലിൻ എന്നിവയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ നാഫ്തലിൻ എന്നതാണ് നമ്മൾ പാറ്റാഗുളികയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ക്യാംഫർ കർപ്പൂരം, ഇത് രണ്ടും നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചെറുതായി വന്ന് അപ്രത്യക്ഷമാകുന്നു. അവിടെ നമ്മളൊരു ലിക്വിഡും കാണുന്നില്ല, കാരണം ഇവ നേരിട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ആൻസർ? ചെയ്യാത്തവ പൊട്ടാഷ്യം പെർമാംഗനേറ്റും കോപ്പർ സൾഫേറ്റും. Which property is used for filling CNG in cylinders for using as fuel in cars? അപ്പോൾ വലിയ സിറ്റീസിലൊക്കെ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പെട്രോൾ ഡീസലിനെ മാറ്റി നമ്മൾ CNG ആക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോൾ CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പോൾ അതിനെ കംപ്രസ് ചെയ്താണ് നമ്മൾ സിലിണ്ടറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? ഗ്യാസസ് ക്യാൻ ബി ഈസിലി കംപ്രസിബിൾ എന്നതാണ്. ഇനി ഗീവ് റീസൺസ് ആണ്. വെറ്റ് ക്ലോത്ത്സ് ടേക്ക് ലോങ്ങർ ടൈം ടു ഡ്രൈ ഇൻ ഹ്യൂമിഡ് വെതർ. സ്പ്രെഡിങ് ഓഫ് വെറ്റ് ക്ലോത്ത്സ് ക്വിക്കൻ ദെയർ ഡ്രൈയിങ്. നമ്മൾ പഠിച്ചു ഇവോപ്പറേഷൻ നടക്കണമെങ്കിൽ കുറേ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സർഫസ് ഏരിയ കൂടുമ്പോൾ കൂടുതൽ ഇവോപ്പറേഷൻ നടക്കും. അതുകൊണ്ടാണ് തുണി നനച്ചിട്ട് നമ്മൾ നല്ലപോലെ വിരിച്ചിട്ടാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. കാരണം അതിൻ്റെ കൂടുതൽ സർഫസ് ഡയറക്റ്റ്ലി എയറുമായിട്ട് എക്സ്പോഷർ ആയതുകൊണ്ട് അത് വെള്ളം ആവിയായിട്ട് മാറുന്നു. അതുപോലെ വെറ്റ് ക്ലോത്ത്സിൽ ഹ്യൂമിഡ് ഡേ ആണെങ്കിൽ ഉണങ്ങിക്കിട്ടില്ല. കാരണം ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അന്തരീക്ഷത്തിലെ ഈർപ്പമാണ് അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിൽ ധാരാളം വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ കൂടുതൽ വാട്ടറിന് അതിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ തുണി ഉണങ്ങാനായിട്ട് കുറേ സമയമെടുക്കും. ഇനി വാട്ട് ഈസ് ഡ്രൈ ഐസ്? വാട്ട് ഹാപ്പൻസ് വെൻ ദ പ്രഷർ അണ്ടർ വിച്ച് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഈസ് ഡിക്രീസ് ടു 1 atmosphere? നമ്മൾ സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വാതകമാണ്. അപ്പോൾ ഹൈ പ്രഷർ ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ സോളിഡ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് പ്രഷർ കുറഞ്ഞ സ്ഥലത്ത് വെച്ച് എന്ത് പറ്റും? അത് വീണ്ടും വേപ്പറായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വൈ ഇസ് ദ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ് ഡ്യൂറിങ് സബ്ലിമേഷൻ? ഇപ്പോൾ സബ്ലിമേഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചറിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ
ചൂട് എവിടെ പോകുന്നു എന്നുള്ളതാണ്. ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആൻഡ് ഫ്യൂഷൻ, അതായത് രണ്ടും ഉണ്ട്, വേപ്പറൈസേഷനും ഉണ്ട്, ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, മെൽറ്റിംഗ് അല്ലേ, ഉരുകുന്നത്. ഓവർകം ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അതുകൊണ്ട് ഈ ചൂട് അതിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ടെമ്പറേച്ചറിൽ വ്യതിയാനമൊന്നും മനസ്സിലാവാത്തത്. When ice melts into liquid, the temperature remains constant. So where does the heat energy go? What is the name given to this heat? ഇത് നമ്മളൊരു ആക്ടിവിറ്റി ആയിട്ട് ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് നമ്മളൊരു ഐസ് എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് അലിഞ്ഞു തുടങ്ങും അല്ലേ. പക്ഷേ അതിൽ നമ്മളൊരു തെർമോമീറ്റർ ഇട്ടാൽ ഈ ഐസ് ഉരുകി തീരുന്നത് തന്നെ പിന്നെ ചേഞ്ച് ഒന്നും കാണുന്നില്ല. അതിനെന്തുകൊണ്ടാണ്? ഹീറ്റ് എനർജി, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ച് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ലേറ്റൻ എന്ന് വെച്ചാൽ എന്താ, ഒളിച്ചിരിക്കുക, ഹിഡൻ ആയിട്ടുള്ള. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അവിടെ ഒളിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് എന്ത് ചെയ്യാണ്, ആ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഒരു റൈസ് ഇതിൽ കാണുന്നില്ല. ഗ്യാസസ് എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. വൈ? നമ്മളൊരു ഗ്യാസിനെ ഒരു കണ്ടെയ്നറിൽ നിറച്ചു വെച്ചാൽ പ്രഷർ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? ഈ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവ തമ്മിൽ ഇടിക്കുകയും ഒപ്പം തന്നെ അവ ഈ സിലിണ്ടറിൻ്റെ വാളിൽ ചെന്ന് ഇടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ഇവോപ്പറേഷൻ കോസസ് കൂളിംഗ്. വൈ? എപ്പോൾ ഇവോപ്പറേഷൻ നടന്നാലും അവിടെ കൂളിംഗ് നടക്കും. അതായത് നമ്മളിപ്പോൾ മൺകലത്തിൽ വെള്ളം വയ്ക്കുന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ശരീരം വിയർക്കുമ്പോൾ അത് കൂളിംഗ് എഫക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇവോപ്പറേഷന് വേണ്ട ചൂട് അത് ആ സർഫസിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കൊണ്ട് ടെമ്പറേച്ചർ കുറയുന്നു. അങ്ങനെയാണ് കൂളിംഗ് നടക്കുന്നത്. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഗീവ് റീസൺ. നേരത്തെ പറഞ്ഞ പോലെ ഐസ് ഉരുകി തുടങ്ങുമ്പോഴും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ overcomes interparticle force of attraction. ഇവോപ്പറേഷൻ ഇസ് എ സർഫസ് ഫിനോമിനൻ. ജസ്റ്റിഫൈ. ഇവോപ്പറേഷൻ എന്ന് പറയുന്നത് ഉപരിതലത്തിൽ നിന്നാണ് നടന്നു പോകുന്നത്. അതെന്തുകൊണ്ടെന്നാണ് ചോദ്യം. അതായത് ഈ പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിനെല്ലാം ഗതികോർജ്ജം ഉണ്ട് അല്ലേ. അപ്പോൾ അവ തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് അതിൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെ അവയെല്ലാം അവരുടെ എനർജി ഏറ്റവും മുകളിലുള്ള ലെയറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ മുകളിലുള്ളവയ്ക്ക് കൂടുതൽ ഗതികോർജ്ജം ലഭിക്കും, കൈനറ്റിക് എനർജി ലഭിക്കുകയും അവ പെട്ടെന്ന് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ മറികടന്ന് ആവിയായി പോവുകയും ചെയ്യുന്നു. വാട്ടർ കെപ്റ്റ് ഇൻ ആൻ എർത്തേൺ പോട്ട് ബിക്കംസ് കൂൾ ഇൻ സമ്മർ. വൈ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. വാട്ടർ പുറത്തേക്ക് വരുമ്പോൾ വേണ്ട നീരാവി വേണ്ട ഹീറ്റ് എവിടെ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്? ആ വെള്ളത്തിലും ആ മൺകലത്തിൽ നിന്നും. അതുകൊണ്ട് തന്നെ അത് കൂളാകുന്നു. ഡിഫ്യൂഷൻ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. ഇത് ബയോളജിയിലും വരുന്നുണ്ട്, കെമിസ്ട്രിയിലും വരുന്നുണ്ട്. ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് 2 or more സബ്സ്റ്റൻസസ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. ഇനി ഡിഫ്യൂഷൻ നടക്കുന്നത് എപ്പോഴും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ഇവോപ്പറേഷനും ബോയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ്? ഇവോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനനാണ്. നമ്മൾ പറഞ്ഞു ഉപരിതലത്തിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. അതേസമയം ബോയിലിംഗ് ഒരു ബൾക്ക് ഫിനോമിനാണ്. അതായത് നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ തിളക്കുകയാണ്. പിന്നെ ഇവോപ്പറേഷൻ നടക്കാൻ പ്രത്യേകിച്ച് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഒന്നും ആവശ്യമില്ല. ഏത് ടെമ്പറേച്ചറിൽ ഇത് നടക്കും, പക്ഷെ അതിൻ്റെ റേറ്റ് വ്യത്യാസമായിരിക്കും. അതേസമയം ബോയിലിംഗ് ആണെങ്കിലോ അത് ബോയിലിംഗ് പോയിന്റിൽ എത്തിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ഇവോപ്പറേഷൻ നടക്കുമ്പോൾ ആ സർഫസ് കൂളാവുന്നുണ്ട്, പക്ഷേ ബോയിലിംഗിൽ അങ്ങനെ കൂളിംഗ് ഇഫക്റ്റ് ഇല്ല. ഡ്രോ എ സൈക്ലിക് ഫിഗർ ടു ഷോ ഇന്റർ കൺവേർഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ലിക്വിഡിനെ വേപ്പറൈസ് ചെയ്ത് എന്ത് കിട്ടും? ഗ്യാസ് ആവും അല്ലേ. ഗ്യാസിനെ നമ്മൾ സബ്ലൈം ചെയ്താൽ അത് സോളിഡ് ആയിട്ട് മാറും. ഈ സോളിഡിനെ വീണ്ടും മെൽറ്റ് ചെയ്താൽ, അതാണ് ഫ്യൂഷൻ, ലിക്വിഡായിട്ട് തിരിച്ചു കിട്ടും. അതേസമയം ലിക്വിഡിനെ സോളിഡിഫൈ ചെയ്ത് നമുക്ക് സോളിഡ് ആക്കാം. എന്നിട്ട് സോളിഡിനെ സബ്ലൈം ചെയ്തിട്ട് ഗ്യാസ് ആക്കാം. ഗ്യാസിനെ കണ്ടൻസ് ചെയ്താൽ നമുക്ക് ലിക്വിഡ് തിരിച്ചു കിട്ടും. ഇനി മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഡെഫിനിഷനാണ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് സ്റ്റേറ്റ് ചേഞ്ചസ് ഇൻ ടു എ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. അതായത് ഒരു സോളിഡ് ഖരാവസ്ഥയിലുള്ള പദാർത്ഥം ഒരു ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നോർമൽ പ്രഷർ ആണെങ്കിൽ ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലേ. ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ ഈ ഖരാവസ്ഥയിലുള്ള പദാർത്ഥം ഉരുകി ദ്രാവകാവസ്ഥയിലായി തുടങ്ങുന്നത്, അതാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അതുപോലെ ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഏതൊരു ലിക്വിഡും ഏതൊരു ടെമ്പറേച്ചറിൽ വെച്ചാണോ അത് വാതകാവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോഴേ ഓർത്തിരിക്കേണ്ടത് പ്രഷറിന് നമ്മൾ വ്യത്യാസമൊന്നും വരുന്നില്ല, നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ. നിങ്ങൾക്ക് ലെസൺ നല്ലപോലെ കണ്ട് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഈ ഉത്തരങ്ങളെല്ലാം വളരെ എളുപ്പമായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.